നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്തിരുപതാം നൂറ്റാണ്ടിലുമിതു നീക്കാറായില്ലയോ യോഗപ്പെണ്ണേ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഇത് ഒരു SCERT ക്വസ്റ്റ്യൻ ആണ്. ഇതേ വരികൾ തന്നിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററിലാണ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്തിരുപതാം നൂറ്റാണ്ടിലുമിതു നീക്കാറായില്ലയോ യോഗപ്പെണ്ണേ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കൃതിയിലേതാണ് ഈ വരികൾ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. വരയ്ക്കാം വായിക്കാം എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണിത്. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നു. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടുകാണും. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായവയാണവ. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഗതാഗതവുമായിട്ട് കേരള PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒട്ടുമിക്കതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ടും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത്? കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കുനീക്കത്തിന് പ്രധാനമായും ഈ പാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? SCERTയിലെ തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഈ ഒരു ചാപ്റ്ററിൽ പുതിയ ഒരുപാട് മാറി വന്ന അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വായിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. ജോഗ്രഫിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഈ ഒരു പാഠത്തിൽ നിന്നും കൂടി ഉൾപ്പെട്ടതാണ്. കോറമാൻഡൽ തീരം കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷിസങ്കേതങ്ങൾ, പിച്ചാവാരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ വായിച്ച പാർട്ടിൽ നിന്നായിരിക്കും അടുത്ത പാർട്ടിൽ ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ എക്സ്ട്രാ പാർട്ട് കൂടി വായിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? പടിഞ്ഞാറ് പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഉയർത്തപ്പെട്ട തീരസമതലമാണ്. തെറ്റാണ്. താഴ്ത്തപ്പെട്ട തീരസമതലമാണ്. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ശരിയാണ്. നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. ഡെൽറ്റകൾ രൂപപ്പെടുന്നില്ല. 2ഉം 4ഉം കിഴക്കൻ തീരസമതലത്തിന്റെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തെപ്പറ്റിയും പടിഞ്ഞാറൻ തീരസമതലത്തെപ്പറ്റിയും എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷൻ വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുഴുവൻ മാർക്കും കിട്ടും. ഉപദ്വീപീയ പീഠഭൂമിയും
ഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീരവനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ചോദ്യം വന്നു. ഇനി ആ വർഷമായിരിക്കും ചോദിക്കുക. 1907. അതല്ലെങ്കിൽ സ്ഥലമായിരിക്കും ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ട്. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഇത് NCERTയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി മുതൽ നമ്മൾ PSCയിലെ അത് 10th പ്രിലിംസ് ആണെങ്കിൽ പോലും NCERT കൂടി വായിച്ച് പഠിച്ച ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും എന്ന ചാപ്റ്ററിലെ സന്താളുകൾ ആദ്യത്തെ കുടിയേറ്റക്കാർ എന്ന പാർട്ടിലാണ് ഈ ചോദ്യത്തിന് ആധാരമായിട്ടുള്ള ഭാഗം വന്നിട്ടുള്ളത്. സന്താളുകൾക്ക് ഭൂമി നൽകുകയും രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ അധിവസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 1832 ഒരു വലിയ ഭൂപ്രദേശം ദാമിൻ-ഇ-കോഹ് ആയി വേർതിരിക്കപ്പെട്ടു. ഇത് സന്താളുകളുടെ ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അവർ അതിനകത്ത് ജീവിച്ച് കലപ്പ ഉപയോഗിച്ച് കൃഷി ശീലിപ്പിച്ച് അധിവാസ കർഷകരായിട്ട് മാറണമായിരുന്നു. ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയുടെ 1/10 ഭാഗം വെട്ടിത്തെളിയിച്ച് കൃഷി ഇറക്കണമെന്ന് സന്താളുകൾക്ക് ഭൂദാനരേഖയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ പ്രദേശം അളന്ന് തിട്ടപ്പെടുത്തുകയും അതിൻ്റെ ഭൂരേഖ തയ്യാറാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പങ്കുവഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, മൗണ്ട് ബാറ്റൺ പ്രഭു. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെ സൈനിക നടപടികളിലൂടെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഭൂദാൻ പ്രസ്ഥാനം. നിയമനിർമ്മാണത്തിലൂടെയല്ലാതെ ഭൂപരിഷ്കാരം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവെയും അനുയായികളെയും ഗ്രാമങ്ങൾ തോറും പദയാത്ര നടത്തി വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ ശക്തി കുറഞ്ഞു. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ. മിക്ക RNA-യ്ക്കും ഒരു ഇഴയാണുള്ളത്. DNA-യിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ.
ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പ്ലാനിംഗ് കമ്മീഷനു പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷനു പകരമായിട്ട് ഒരു പുതിയ സ്ഥാപനമായ നീതി ആയോഗ് സ്ഥാപിച്ചു. 2016 ജനുവരി 1 നിലവിൽ വന്നു. അതിന്റെ ഘടനയും ലക്ഷ്യങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം എന്ന പുസ്തകം ലോക പ്രശസ്തി നേടി. ഇൻസെക്ട് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തു. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന പേര് എന്താണ്? കാർസിനോജനുകൾ. അർബുദത്തിന്റെ കാരണങ്ങൾ. സാധാരണ കോശങ്ങൾ ഭൗതികവും രാസികവും ജൈവികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ അർബുദകോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. ഈ ഘടകങ്ങളെ അർബുദകാരികൾ, കാർസിനോജൻസ് എന്ന് വിളിക്കുന്നു. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന എന്നിവ. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ പൊതിഞ്ഞു 3 പാളികളോടുകൂടി മെനിഞ്ചസ് കാണപ്പെടുന്നു. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ ദ്രവത്തിന്റെ രൂപീകരണത്തിൽ എപ്പെൻഡൈമൽ കോശങ്ങൾക്ക് പങ്കുണ്ട്. ഇന്ത്യ-USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ശരിയായവ. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായിട്ട് US, സീറ്റോ, സെൻഡോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ-US ബന്ധത്തിലെ വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരു ഒറ്റപ്പെട്ട പ്രക്രിയയായിരുന്നില്ല. സാമ്രാജ്യത്വത്തിനും കോളനി വാഴ്ചയ്ക്കുമെതിരായ ലോകവ്യാപകമായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത്. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിരവധി വിമോചന പ്രസ്ഥാനങ്ങളെ ഇത് സ്വാധീനിച്ചു. സ്വാതന്ത്ര്യത്തിനു മുൻപ് തന്നെ ഇന്ത്യൻ ദേശീയ നേതാക്കളും മറ്റ് കോളനികളിലെ ദേശീയ നേതാക്കൾക്കുമിടയിൽ ബന്ധങ്ങളുണ്ടായി. സാമ്രാജ്യത്വത്തിനും കോളനി വാഴ്ചയ്ക്കുമെതിരായ പൊതുവെയുള്ള പോരാട്ടം എന്ന സമാനതയാണ് ഇവരെ യോജിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതും ഇന്ത്യക്കും വിദേശ ഇന്ത്യക്കാർക്കുമിടയിൽ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ബന്ധത്തിന്റെ തെളിച്ചമുള്ള സാക്ഷാത്കാരമായിരുന്നു.